ഇതൊക്കെ കൊണ്ട് അങ്ങോട്ട് ചെന്നാ ഇച്ചായന്റെ വാലിക്കണം കേട്ടോണം. ആ അത് ഞാനല്ലേ ഇവിടെ കേൾക്കുന്നത്, നീ അല്ലല്ലോ. ഓ എന്നാ കേട്ടോ, നിങ്ങളുടെ തടി അത് കുറയട്ടെ. ഹാ ഇച്ചായൻ, ഹാ ചേട്ടത്തി. ഇച്ചായനും ചേട്ടത്തിക്കും എന്റെ ചിന്നമോൾക്കും നമോ ഭാഗം. ഇതാ പിടിമോളെ. മര്യാദയ്ക്ക് മനുഷ്യന്റെ ഭാഷയെ സംസാരിക്കണം. കാതികം പോലും ഇച്ചിരി റബ്ബർ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നെന്റെ ഇച്ചായ. എന്നതാടാ ഇതൊക്കെ? ഇത്രയും ദൂരത്തുനിന്ന് ഇതെല്ലാം കെട്ടിപ്പേറി കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ഇല്ലാത്തതാണോ ഇതൊക്കെ? ഒന്നും പറയട്ടെ എന്റെ ചേട്ടത്തി, ടിവിയില് ന്യൂസ് കണ്ടതും പിന്നെ ഇച്ചായനെ ഇരിക്കപ്പുറത്തില്ല. അതെ, ഈ ഇച്ചായന്റെ ഈ കൊച്ചരിയൻ ഉണ്ടല്ലോ, നമ്മുടെ റബേക്ക മോള് ഗോൾഡ് ഒന്ന് അടിച്ചെടുക്കാൻ എന്തൊക്കെ നേർച്ചകളാ നേർന്നേന്നറിയോ? ഔസേപ്പ് പുണ്യാളിന് ഒരു ഊട്ട നേർച്ച, ഗീവർഗീസ് പുണ്യാളിന് ഒരു പൂവൻകോഴി നേർച്ച, സെബാസ്റ്റിനോസ് പുണ്യാളിന് ഒരമ്പ് നേർച്ച, കൊച്ചു ത്രേസ്യ പുണ്യാളത്തിക്ക് ഒരു പൂമാല നേർച്ച. കൂട്ടത്തിൽ ഞാനും ഒരു നേർച്ച നേർന്നതാ. പക്ഷെ ഇട്ടിച്ചിന് അതിന് സമ്മതിക്കുന്നില്ല.